ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഒരു സേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട്? ഇപ്പോൾ ബംഗ്ലാദേശിൽ അങ്ങേയറ്റം ഒരു തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്കും ഇടമില്ല എന്ന് ലോകം തന്നെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഒരു എതിർ ശബ്ദം ഈ ചർച്ചയിലെങ്കിലും ഉയർന്നു വരുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് അത്തരത്തിലുള്ള ഒരു സെന്റിമെന്റ് ഓപ്പൺലി പങ്കുവച്ചിട്ടില്ല. പക്ഷെ പൊതുവെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്താലും എതിർക്കുക എന്നുള്ള ഒരു വല്ലാത്ത അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ അന്ന് ഞാനും സേനാപതി വേണുജിയും കൂടെ ഒക്കെ ഇരുന്നാണ് അതേ ചർച്ചയിൽ. പക്ഷെ അന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ബംഗ്ലാദേശിനെ എതിർത്താണ് സംസാരിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അവിടെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ബാധിക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസും അത്തരത്തിലൊരു ഓപ്പൺ വോയിസ് എടുത്തിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോ ഞാനൊരു ന്യൂസ് പറയാം. ജനുവരി 17 2025 അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അതെന്താന്ന് വെച്ചാല്, പാകിസ്ഥാൻ പുൾസ് ക്ലോസ് ടു പോസ്റ്റ് ഹസീന ബാംഗ്ലാദേശ് അമിഡ് ഷെയർഡ് ഇന്ത്യ കൺസേൺസ്. അതായത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ആർമി ചീഫും കമറുൽ ഹസൻ, അതുപോലെ പാകിസ്ഥാന്റെ ആസിം മുനീർ, ഈ ഫീൽഡ് മാർഷൽ ആണല്ലോ അയാൾ, ഈ രണ്ടുപേരും തമ്മിൽ ജനുവരി 17 2025 മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്തതിന്റെ ചർച്ച എന്താണ്? അവരുടെ ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ആന്റി ഇന്ത്യ ഷെയർഡ് കൺസേൺസ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷം ആദ്യമൊക്കെ നടമാടിയ ഹിന്ദു വേട്ടയ്ക്ക് പിന്നിൽ മറ്റാരുമല്ല പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ എന്താണ് കോൺഗ്രസിന്? സത്യം പറഞ്ഞാൽ ചില പിള്ളേരുണ്ട് പരീക്ഷ അടുത്ത് വരുമ്പോൾ ഉഴപ്പുന്ന പിള്ളേർ. എനിക്ക് ജയിക്കണ്ട, എന്നെ ആരും നന്നാക്കാൻ നോക്കണ്ട, എന്നെ തല്ലണ്ട അമ്മാവ എന്നൊക്കെ പറയുന്ന പിള്ളേരെ പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത്. രാജ്യം അതിഭീകരമായ ഒരു ആക്രമണം നേരിട്ടു പഹൽഗാമിൽ. ഒരുപാട് ആളുകൾ, 28ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഹിന്ദുക്കളാണ് കൂടുതലും, അല്ലാത്ത ഒരു ക്രിസ്ത്യൻ സഹോദരനുണ്ട്, അതുപോലെ നേപ്പാളിയുണ്ട്. അവരുടെ രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടോ മറ്റൊന്നും ചോദിച്ചിട്ടില്ല, മതം എന്താണെന്നാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞിട്ട്, അത് വളരെ സുവ്യക്തമായ കാര്യമാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഭീകരാക്രമണം നടന്നത്. അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ ഇന്ന് വരെ കോൺഗ്രസിന് അപലപിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ റൈറ്റ് സ്പിരിറ്റ്? അതായത് ഈ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒരു ആന്റി ഹിന്ദു, ആന്റി ഇന്ത്യൻ നാരറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പോൾ ടെററിസ്റ്റ് വന്ന് ആക്രമിക്കുമ്പോൾ അപ്പോഴും ഈ കോൺഗ്രസ് ചോദിക്കുന്നത്, പിന്നെ മോദിയുടെ അടുത്ത് പിഴവുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിനെ വിമർശിക്കുക എന്നതിലുപരി രാജ്യ താല്പര്യത്തെ മൊത്തം മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു തോന്നുകയാണ് ഇപ്പോൾ. ഓഫ് കോഴ്സ് സേനാപതി വേണു ഇവിടെ ഉണ്ട്, നമ്മുടെ മലയാളിയായ അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ ബംഗ്ലാദേശിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ച ആളാണ്, ഞാൻ കേട്ടതുമാണ്. പക്ഷെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എന്തുകൊണ്ട് അത് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ പറയുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം അവർ പരീക്ഷ തോൽക്കാൻ വേണ്ടിയാണ്. അതായത് ഇനി ഒരിക്കലും കോൺഗ്രസിനെ ഇവിടുത്തെ ജനസാമാന്യം മുഖവിലക്കെടുക്കുകയില്ല. പ്രധാനമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയ്ക്കും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയ്ക്കും വളരെ ശക്തമായിട്ട് ഒരു ആന്റി കോൺഗ്രസ് ഫീലിംഗ് കൊണ്ടുവരാൻ ഉള്ള ഒരു കാരണമായിട്ട് ഇതൊക്കെ മാറുന്നുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു തരത്തിലും രാജ്യസ്നേഹപരമായി പറഞ്ഞാൽ പോലും അത് BJPക്ക് അനുകൂലമായി പോകുമോ എന്ന് സംശയിക്കുന്ന ഒരു പാർട്ടിയെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ പോലും അത് BJPയുടെ മുദ്രാവാക്യമാണ് തെറ്റിദ്ധരിക്കുന്ന അത്രയും മോറലി കോൺഗ്രസ് ഒരു ആന്റി ഇന്ത്യൻ സ്പിരിറ്റ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഡെലിഗേറ്റ്സിന്റെ ഈ യാത്രയിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരായിരുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അല്ലേ അത് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ ആ ഈഗോ അവിടെ വർക്ക് ചെയ്യണം. അതായത് ഇത് മോദിക്ക് അനുകൂലമാവുമല്ലോ, മോദി ചെയ്ത ഈ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ അകത്ത് കയറി ചെന്ന് നടത്തിയ ഈ സ്ട്രൈക്ക് മോദിക്ക് വീണ്ടും മാർക്കായിട്ട്, ഇതിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സങ്കുചിത രാഷ്ട്രീയം മാത്രമാണ്. അപ്പൊ സത്യത്തിൽ അത് ഖാർഗെയെ തെരഞ്ഞെടുത്തത് കേവലം ഒരു കുടുംബ തീരുമാനമായിരുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ്. ഖാർഗെയ്ക്ക് പകരം ശശി തരൂർ ആയിരുന്നെങ്കിലോ സ്ഥിതിഗതി അങ്ങനെ ആവുകയില്ലായിരുന്നു. കാരണം ശശി തരൂർ വിദ്യാസമ്പന്നനാണ്, ലോകം കണ്ടയാളാണ്. മാത്രമല്ല രാജ്യ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശശി തരൂർ മോദിയെ സ്തുതിക്കുകയല്ല ചെയ്തത്. ശശി തരൂർ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നടപടി തീർത്തും ശരിയാണ്. നാം പലതവണ ശാന്തി ദൂത് പോയതാണ്, നമുക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, ഇത് അൺഎൻഡിങ് പ്രോസസ് ആണ്. ഇന്ത്യയുടെ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അവിടെ ജാതിയോ മതമോ അല്ല നമ്മൾ പറയുന്നത്, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ള അല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭാരതത്തിൽ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവരുത് ടെററിസ്റ്റ് ആക്ട്. ലോകം മുഴുവൻ
UN ഒക്കെ നേതൃത്വത്തിൽ പല പ്രമേയങ്ങൾ അവതരിപ്പിച്ചാണ് ആന്റി ടെററിസത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അനുസരിക്കാത്ത രണ്ട് രാജ്യങ്ങളായിട്ട് ബാംഗ്ലാദേശും പാകിസ്ഥാനും മാറുകയാണ്. പാകിസ്ഥാൻ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. എത്ര തവണ നമ്മൾ, അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ പോയ ഡെലിഗേറ്റ്സിലെ പിന്നെ ഒവൈസി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് 26/11 ശേഷം ലോക രാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനോട് ഈ പ്രഷറൈസ് ചെയ്തു, നടപടിയെടുക്കണം. അതിൽ പ്രധാനപ്പെട്ട പിന്നെ സാജിദ് മിർ എന്ന് പറയുന്ന തീവ്രവാദി, വളരെ ഭീകരവാദി, അവൻ മരിച്ചു, അവൻ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ പ്രഷർ വന്നപ്പോൾ അതേ രാജ്യം യാതൊരു ഉളുപ്പും മര്യാദയും ഇല്ലാതെ തിരുത്തി പറഞ്ഞു അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ജയിലിലാണെന്ന്. കേവലം 5 വർഷമാണ് അയാളെ ജയിലിലിട്ടത്. അയാളെയും അനുയായികളെയും ജയിലിലിട്ടത് എന്ത് കാരണം പറഞ്ഞിട്ടാണ്? ടെററിസത്തിനെതിരായിട്ടല്ല, മണി ലോണ്ടറിങ് കേസിലാണ് ജയിലിലിട്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്രയ്ക്ക് നെറികെട്ട, യാതൊരു ലോകമര്യാദയും ഇല്ലാത്ത, യാതൊരു സാമാന്യ മര്യാദയും ഇല്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ചിന്ത കൊണ്ടെങ്കിലും ഭാരതത്തിലെ പ്രതിപക്ഷം ഈ ഒരു വല്ലാത്ത സങ്കീർണ ഘട്ടത്തിലെങ്കിലും രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞാനടക്കമുള്ള എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് വളരെ വിരുദ്ധാഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. മോദി ഇതിൽ സ്കോർ ചെയ്യുമെന്നുള്ള പേടി മാത്രമാണ്. ഇതെന്തൊരു എത്ര നികൃഷ്ടമായ, എത്ര സങ്കുചിതമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ്. നോക്കൂ, നമ്മളെല്ലാം ചിന്തിച്ചു ഒവൈസി വളരെ ടെററിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന്. പക്ഷെ നോക്കൂ, അദ്ദേഹം രാജ്യത്തിനെതിരെ ഒരു വെല്ലുവിളി വന്നപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെ സീമകളെയും ലംഘിച്ചുകൊണ്ട് വളരെ ഉന്നതമായ സാംസ്കാരിക ഔന്നത്യം കാണിച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ, വിശേഷിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ, സൗദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഞാനിപ്പോ വായിച്ചത്. എന്തൊരു അത്ഭുതകരമായ പ്രസംഗം, എന്തൊരു വാഗ്ധോരണി. ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം അറിയാനും കൂടി ഇത് കാരണമായി. അപ്പൊ ഞാൻ പറയുന്നത്, മോദി ഒരു മാഗ്നറ്റ് ആണ്. മോദി ശരിയായ അയൺ പീസസിനെ പ്രതിപക്ഷത്തു നിന്ന് പോലും ആകർഷിച്ചു കൊണ്ടുവരാൻ ശക്തിയുള്ളവനാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ശശി തരൂരിന് കോൺഗ്രസിൽ എന്തായിരുന്നു വില? ശശി തരൂർ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ അനഭിമതനായത്? ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് മോദിയുടെ നല്ല കാര്യങ്ങളെ അനുമോദിക്കുന്നത് പോലും കോൺഗ്രസിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു അമ്മായിയമ്മ നയമാണ് അവർ ഖാർഗെയും സോണിയ, രാഹുൽ ടീമും കാഴ്ചവെക്കുന്നത്. അപ്പോ ശശി തരൂരിനെ പോലെ ഒരു ഇത്രയും ലോകപരിചയമുള്ള ഒരു ലോക പൗരൻ, ഒരു വിശ്വ പൗരനെ ശരിയായ ധർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഏറ്റവും ഉത്തമമായ കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത്. അത് ചെയ്യുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് പറയുക, ചെയ്യുന്നില്ല. ശശി തരൂരിനെതിരെയുള്ള എല്ലാ വാർത്തകളും പുറത്തുവിടാനും ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ടാനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായി കോൺഗ്രസ് ഇതെടുക്കുന്നു. സത്യത്തിൽ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിയാണ്, പരീക്ഷ ഒരു കാരണവശാലും ജയിക്കണ്ട എന്ന് കരുതി ഉഴപ്പുന്ന കുട്ടിയെ പോലെ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു ധാർമ്മികതയും പാലിക്കാനില്ലാതെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ.